ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രങ്ങളാണ് അഷ്ടാക്ഷര മന്ത്രവും ദ്വാദശാക്ഷരി മന്ത്രവും. എന്താണ് ദ്വാദശാക്ഷരി മന്ത്രം എന്നും നോക്കാം. വൈഷ്ണവ മന്ത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ളൊരു മന്ത്രമാണിത്. 12 അക്ഷരമുള്ള ദ്വാദശാക്ഷരി മന്ത്രം ലളിതമായ ഒരു സംസ്കൃത പദവാക്യമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതാണ് ആ മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന 12 അക്ഷരങ്ങളിൽ ഓം പരമപ്രദവും അനന്തവുമായ ഒരു ആത്മാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. നമോ എന്നാൽ നമിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഭഗവതേ എന്നാൽ ദൈവം എന്നാണ് അർത്ഥം. വാസുദേവായ എന്നാൽ വസുദേവരുടെ പുത്രൻ എന്ന അർത്ഥത്തിലാണ് വാസുദേവൻ എന്ന് പറയുന്നത്. വാസു എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ, ദേവൻ എന്നാൽ ദൈവം. അപ്പോൾ വാസുദേവൻ എന്നുള്ളത് എല്ലാ ജീവജാലങ്ങളുടെയും ജീവനായ ദൈവം എന്നാണ് അർത്ഥം. അതായത് ഈശ്വരൻ തന്നോടുകൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ദ്വാദശാക്ഷരി മന്ത്രം. 12 അക്ഷരങ്ങൾ അടങ്ങിയ ഈ ദ്വാദശാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ ഓരോ നാമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഓം എന്ന് പറഞ്ഞാൽ കേശവൻ, ന നാരായണൻ, മോ മാധവൻ, ഭ ഗോവിന്ദൻ, ഗ വിഷ്ണു, വ മധുസൂദനൻ, തേ ത്രിവിക്രമൻ, വാ വാമനൻ, സു ശ്രീധരൻ, ദേ ഹൃഷീകേശൻ, വാ പത്മനാഭൻ, യ ദാമോദരൻ. ഇങ്ങനെയാണ് ആ നാമങ്ങൾ. ഈ നാമങ്ങൾ പൊതുവെ വിഷ്ണു ദ്വാദശ നാമങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ 108 തവണ ജപിക്കുന്നത് പോലെ പ്രധാനമാണ് ഈ 12 ഭഗവത് നാമങ്ങൾ 108 തവണ ജപിക്കുന്നത്. നിത്യവും ഭക്തിയോടെ ജപിക്കുന്നതിലൂടെ ഗ്രഹപ്പിഴാദോഷങ്ങൾ അകലുകയും രോഗദുരിതശാന്തി ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ച ശേഷം വിഷ്ണു ദ്വാദശ നാമങ്ങൾ ജപിക്കണം. 108 തവണ ജപിക്കാൻ സാധിക്കാത്തവർ രാവിലെയും വൈകിട്ടും 12 തവണയെങ്കിലും ജപിക്കുന്നതാണ് നല്ലത്. ഈ ഭഗവത് നാമങ്ങൾ ജപിക്കേണ്ടത് ഇങ്ങനെയാണ്. ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ, ഓം ശ്രീധരായ നമഃ, ഓം ഹൃഷീകേശായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ. ഇങ്ങനെയാണത് ജപിക്കേണ്ടത്. ആദ്യം ഇത് ജപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ദ്വാദശാക്ഷരി മന്ത്രം കൂടി ജപിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ജപിച്ചിട്ടാണ് ഈ 12 നാമങ്ങളും ജപിക്കേണ്ടത്. മനനം ചെയ്യുന്നതാണ് മന്ത്രങ്ങൾ. അങ്ങനെയുള്ള മന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷവും സൗഭാഗ്യങ്ങളും കൈവരും. മഹാവിഷ്ണുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ശ്രീമദ് മഹാഭാഗവതത്തിൽ ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെയാണ്. വൈവസ്വത മനുവിൻ്റെ പുത്രനായ ഉദ്ധാനപാദന് സുരുചി എന്നും സുനീതി എന്നും 2 ഭാര്യമാരുണ്ടായിരുന്നു. സുരുചിയിൽ ഉത്തമൻ എന്ന പുത്രനും സുനീതിയിൽ ധ്രുവൻ എന്ന പുത്രനും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഉദ്ധാനപാദൻ ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുന്നത് കണ്ട് ധ്രുവൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ മടിയിലിരിക്കാൻ തുടങ്ങി. അപ്പോൾ സുരുചി, അതായത് ഉത്തമൻ്റെ അമ്മ, അത് സമ്മതിച്ചില്ല.
അപ്പോൾ ധ്രുവന് വളരെ വിഷമമായി. അവൻ അമ്മയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ധ്രുവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണുഭക്തയായ സുനീതി പറഞ്ഞു, വിഷമിക്കേണ്ട, ഹരിനാരായണമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ മതി, മോൻ്റെ സകല വിഷമങ്ങളും അകലും. അമ്മയുടെ വാക്കുകൾ കേട്ട് ധ്രുവൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായി കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി. പോകുന്ന വഴിയിൽ നാരദ മഹർഷിയെ കണ്ടു. മഹർഷി ധ്രുവനോട് കാര്യങ്ങൾ തിരക്കി. ഭഗവാനെ എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നും ധ്യാനിക്കേണ്ടതെന്നും മഹർഷി ധ്രുവന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നാരദ മഹർഷി ധ്രുവന് പറഞ്ഞു കൊടുത്ത ആ മഹാമന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രം. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി തപസ്സനുഷ്ഠിച്ച ധ്രുവനു മുമ്പിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വൈകുണ്ഠ ഏകാദശിയിൽ അത്യധികം ഭക്തിയോടെയും വ്രതശുദ്ധിയോടെയും ഈ മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്. അപ്പോൾ നിത്യവും എല്ലാവരും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഈ ദ്വാദശാക്ഷരി മന്ത്രവും വിഷ്ണുവിൻ്റെ ദ്വാദശ നാമങ്ങളും ജപിച്ച് ഭക്തിയോടെ, അതായത് നമ്മൾ നാമം ജപിക്കുമ്പോൾ ആ സ്വരൂപത്തെ, അതായത് മഹാവിഷ്ണുവിൻ്റെ ആ രൂപത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ജപിക്കാനായിട്ട്. അങ്ങനെ ഏകാഗ്രതയോടെ ജപിച്ച് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.